എല്ലാവർക്കും ഗൈഡ് ഫോർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് 11 കെമിസ്ട്രിയിലെ 5th ചാപ്റ്റർ ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ് കേട്ടോ അപ്ലോഡ് ചെയ്യണേ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ആദ്യത്തെ ടോപ്പിക്ക് ഐഡിയൽ ഗ്യാസ് ആൻഡ് ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ. ആദ്യം തന്നെ എന്താണ് ഐഡിയൽ ഗ്യാസ് എന്ന് നോക്കാം. A gas which obey ideal gas equation PV equal to nRT at all temperature and pressure is known as ideal gas. അതായത് ഒരു ഗ്യാസ് അതെല്ലാ ടെമ്പറേച്ചറിലും പ്രഷറിലും PV equal to nRT എന്ന് പറഞ്ഞ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുകയാണെങ്കിൽ അതാണ് ഐഡിയൽ ഗ്യാസ്. However, there is no such gas which obey ideal gas equation at high temperature and pressure. Therefore, the concept of ideal gas is hypothetical or theoretical. Such gases are known as real gas. പക്ഷേ അങ്ങനെ ഹൈ ടെമ്പറേച്ചറിലും പ്രഷറിലും ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യണ ഒരു ഗ്യാസും ഇല്ല. അതുകൊണ്ട് ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് തന്നെ ഹൈപ്പോത്തറ്റിക്കലാണ് അല്ലെങ്കിൽ തിയററ്റിക്കലാണ്, ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ അത്തരത്തിലുള്ള ഗ്യാസസിനെയാണ് റിയൽ ഗ്യാസ് എന്ന് വിളിക്കുക. However, it is found that these gases obey ideal gas equation at low pressure and high temperature. അപ്പോൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ചിലപ്പോൾ ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും ഒബേ ചെയ്യണ ഗ്യാസസ് ഉണ്ടാവില്ലായിരിക്കാം. പക്ഷേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷന് ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും ഒബേ ചെയ്യണ ഗ്യാസസ് ഉണ്ട്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കണേ. ബട്ട് അറ്റ് ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ ദേ ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ബിഹേവിയർ. എന്നാൽ അവർ ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലും ആണെങ്കിൽ അവർ ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകും. ഒരു എളുപ്പവഴി പറഞ്ഞുതരാം, അത് ഓർത്ത് വയ്ക്കുക. അതായത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ ഒബേ ചെയ്യണമെങ്കിൽ ആ ഗ്യാസ് ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും ആയിരിക്കണം. അതായത് നമുക്കൊരു കാര്യം അനുസരിക്കാൻ തോന്നണമെങ്കിൽ നമുക്ക് പ്രഷർ അധികം പാടില്ല അല്ലേ. എക്സാമ്പിളായിട്ട് ഒരു എക്സാംസിൻ്റെ കാര്യം എടുക്കാം. അതായത് നമുക്ക് എക്സാമിന് നല്ല പ്രഷർ ഉണ്ടെങ്കിൽ പഠിക്കുക പറഞ്ഞിട്ട് നല്ല പ്രഷർ ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കുമ്പോൾ ഒരു ടെൻഷനും സ്ട്രെസ്സും വന്നിട്ട് ആകെ കൂടി നമുക്ക് പഠിക്കാൻ പറ്റില്ല അല്ലേ. പക്ഷേ പ്രഷർ അധികം ഇല്ല, എന്നാൽ പഠിക്കണം എന്നുള്ളൊരു ചൂട് നമുക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നന്നായി പഠിച്ച് മാർക്ക് വാങ്ങാൻ പറ്റില്ലേ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലോ പ്രഷറും ഹൈ ടെമ്പറേച്ചറും ആണെങ്കിൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യും. പക്ഷേ ഹൈ പ്രഷറും ലോ ടെമ്പറേച്ചറും ആണെങ്കിൽ ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകും. മനസ്സിലായെന്ന് വിചാരിക്കണം. Easily liquefiable gases like CO2 and NH3 show more deviation compared to the ordinary gases like H2, N2O2 or permanent gases. അതായത് എളുപ്പമായിട്ട് ലിക്വിഫൈ ചെയ്യുന്ന ഗ്യാസസ് ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡും അമോണിയൊക്കെ. അവർ ഓർഡിനറി ഗ്യാസിനെ കമ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ പെർമനൻറ്റ് ഗ്യാസ് ആയിട്ടുള്ള H2, N2O2 കമ്പയർ ചെയ്ത് കൂടുതൽ ഡീവിയേഷൻ കാണിക്കുന്നവരാണ് ആര്? ലിക്വിഫയബിൾ ഗ്യാസസ് ആയിട്ടുള്ള CO2, NH3. ഇനി അടുത്ത സ്റ്റഡി ഓഫ് ഡീവിയേഷൻ. എങ്ങനെയാണ് ഇനി ഡീവിയേഷനൊക്കെ വരിക, എന്താണ് സംഭവം എന്നൊക്കെ നോക്കാം. When PV is plotted against V for an ideal behavior, a straight line parallel to x-axis is obtained. അതായത് നമ്മളൊരു ഗ്രാഫ് എടുത്തു, ആ ഗ്രാഫിൽ PV against V ആയിട്ടാണ് കൊടുക്കണേ, ഐഡിയൽ ബിഹേവിയർ കാണിക്കണവർക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ബട്ട് ഫോർ ഡിഫറെൻറ്റ് ഗ്യാസസ് 2 types of curves are obtained. പക്ഷെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഗ്യാസസ് എടുക്കുകയാണെങ്കിൽ 2 ടൈപ്പ് കർവ് നമുക്ക് കിട്ടും. For hydrogen and helium, the value of PV increases regularly with the increase in pressure. ഹൈഡ്രജൻ്റെ ഹീലിയത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ PVൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പ്രഷറിൻ്റെ ഒപ്പം റെഗുലർലി ഇൻക്രീസ് ആയിട്ട് പോകും. ബട്ട് ഫോർ കാർബൺ മോണോക്സൈഡ് ആൻഡ് CH4, the value of PV first decreases, reaches a minimum value and then increases with increase in pressure. പക്ഷേ കാർബൺ മോണോക്സൈഡും മീഥേനും എടുക്കുമ്പോൾ PV ആദ്യം കുറഞ്ഞു വരും, പിന്നെ ഒരു മിനിമം വാല്യൂ എത്തും, പിന്നെ പ്രഷറിനനുസരിച്ച് കൂടും. അങ്ങനെയാണ് അവരിലുണ്ടാവുക. ഹെൻസ് ദീസ് ഗ്യാസസ് ആർ നോട്ട് ഒബേയിങ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അറ്റ് ഓൾ കണ്ടീഷൻസ്. ഒരു കണ്ടീഷനിലും ഈ ഗ്യാസസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യണില്ല. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഗ്രാഫ് PV against P. ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഐഡിയൽ ബിഹേവിയർ വരച്ചു, അത് സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. അപ്പോൾ ഇതിലെന്താ സംഭവിക്കണത്? നമ്മൾ ഹൈഡ്രജനും ഹീലിയം എടുക്കുകയാണെങ്കിൽ അതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. PV കൂടുന്നതിനനുസരിച്ച് പ്രഷർ കൂടുന്നതിനനുസരിച്ചിട്ട് PVയുടെ ആ ഗ്രാഫ് ഇങ്ങനെ സ്ട്രെയിറ്റ് ഇൻക്രീസ് ആയിട്ട് പോകണം. പക്ഷെ എന്നാൽ കാർബൺ മോണോക്സൈഡും മീഥേനും എടുക്കുമ്പോൾ എന്താ സംഭവിക്കണതെന്ന് വെച്ചാൽ PV ആദ്യം കുറയുകയാണ് ചെയ്യണത് അല്ലേ. ഇങ്ങനെ കുറഞ്ഞിട്ട് ഒരു മിനിമം വാല്യൂ എത്തിയതിന് ശേഷം അവർ പ്രഷറിനനുസരിച്ച് ഇൻക്രീസ് ആവുകയാണ് ചെയ്യണത്. അപ്പോൾ അതാണ് ഈ കാർബൺ മോണോക്സൈഡിലും CH4ലും സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാഫ് ക്ലിയർ ആയില്ലേ?
നമ്മൾ പ്ലോട്ട് ചെയ്യണത് പി വി അഗേൻസ്റ്റ് പി ആണ്. സോ ഐഡിയൽ ബിഹേവിയർ ആയിട്ട് നമ്മൾ കണക്കാക്കുക എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ളൊരു സ്ട്രെയിറ്റ് ലൈനാണ്. അതിൽ നമ്മൾ എടുക്കുന്ന എക്സാമ്പിൾസ് ഹൈഡ്രജനും ഹീലിയവും കാർബൺ മോണോക്സൈഡും മീഥേനും. ഹൈഡ്രജനും ഹീലിയവും ഒരു ഗ്രൂപ്പാണ്, കാരണം അവർ പി വി അഗേൻസ്റ്റ് പി എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. അത് പി വി പ്രഷർ കൂടുന്നതിനനുസരിച്ച് പി വിയുടെ ആ ഒരു ഗ്രാഫ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. പക്ഷേ എന്നാൽ നമ്മൾ കാർബൺ മോണോക്സൈഡും CH4 എടുക്കുമ്പോൾ അവരൊരു ഗ്രൂപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരിലെ പി വി ആദ്യം കുറഞ്ഞ് ഒരു മിനിമം വാല്യൂ എത്തിയതിന് ശേഷം പ്രഷറിനനുസരിച്ചിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ലേ? ഇനി അടുത്തത്, ദ ഡീവിയേഷൻ ക്യാൻ ഓൾസോ ബി സ്റ്റഡീഡ് ബൈ ഡ്രോയിങ് ഗ്രാഫ് ബിറ്റ്വീൻ പ്രഷർ ആൻഡ് വോളിയം. ഇനി നമ്മൾ ജസ്റ്റ് പ്രഷറും വോളിയം തമ്മിലുള്ള ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കാൻ നോക്കാം. At high pressure, the volume of a real gas is greater when compared to ideal gas. അപ്പോൾ നമ്മൾ ഐഡിയൽ ഗ്യാസ് റിയൽ ഗ്യാസ് എന്നുള്ള രീതിയിൽ രണ്ട് ഗ്രാഫ് വരച്ചു. അപ്പോൾ അങ്ങനെ ഹൈ പ്രഷറിൽ നോക്കുകയാണെങ്കിൽ പ്രഷർ കൂടുതലുള്ള കേസ്, പ്രഷർ കൂടുന്ന പറയുമ്പോൾ ഇവിടേക്ക് ആയിട്ട് ഹൈ പ്രഷർ വരാം അല്ലേ, കുറവെന്ന് കൂടി വരുന്നു. അപ്പോൾ ഹൈ പ്രഷർ ഇവിടെയാണ്. അപ്പോൾ വോളിയം ഓഫ് റിയൽ ഗ്യാസ് ഇസ് ഗ്രേറ്റർ വെൻ കമ്പയർഡ് ടു ഐഡിയൽ ഗ്യാസ് അല്ലേ. ഇവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ റിയൽ ഗ്യാസിനാണ് വോളിയം കൂടുതൽ അല്ലേ. ഇവിടുന്ന് കുറഞ്ഞു വോളിയം കൂടുക ഈ ഭാഗത്തേക്ക് എത്തുമ്പോഴാണ്. അപ്പോൾ ഇവിടെ പ്രഷർ ഹൈ ആണ്. ഹൈ പ്രഷറിൽ നോക്കുമ്പോൾ വോളിയം ഓഫ് റിയൽ ഗ്യാസ് ഇസ് ഗ്രേറ്റർ വെൻ കമ്പയർഡ് ടു ഐഡിയൽ ഗ്യാസ് അല്ലേ. ഇനി അറ്റ് ലോ പ്രഷർ ദ ടു ഗ്രാഫ്സ് കോയിൻസൈഡ് ആൻഡ് ഷോ ഓൾമോസ്റ്റ് ഐഡിയൽ ബിഹേവിയർ. പക്ഷെ നമ്മൾ ലോ ടെമ്പറേച്ചർ എടുത്ത് നോക്കുക, ഇവിടെയൊക്കെ ആയിട്ട് നമുക്കൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ എടുത്ത് നോക്കുമ്പോൾ നമുക്കെന്താ മനസ്സിലാവണം, ഈ രണ്ട് ഗ്രാഫും കൂടി കോയിൻസൈഡ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ ഓൾമോസ്റ്റ് ഐഡിയൽ ബിഹേവിയർ കാണിക്കേണ്ടെന്നാണ്. ഹെൻസ് all real gases exhibit ideal behavior at low pressure and high temperature. അപ്പോൾ നമുക്ക് ഗ്രാഫിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ലോ പ്രഷറും, പ്രഷർ ഇവിടെ കുറവല്ലേ, ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും എല്ലാ റിയൽ ഗ്യാസസും ഐഡിയൽ ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യുന്നു. ബട്ട് അറ്റ് ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ ദേ ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ബിഹേവിയർ. പക്ഷെ നമ്മൾ ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലും നോക്കുകയാണെങ്കിൽ അവർ ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇനി ഒരു പോയിന്റ് എനിക്ക് പറഞ്ഞു തരാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഓൾ റിയൽ ഗ്യാസസ് എക്സിബിറ്റ് ഐഡിയൽ ബിഹേവിയർ വെൻ ദ കണ്ടീഷൻസ് ഓഫ് ദ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആർ സച്ച് ദാറ്റ് ദി intermolecular attraction is minimum. അതായത് എല്ലാ റിയൽ ഗ്യാസസും ഐഡിയൽ ബിഹേവിയർ കാണിക്കും. എപ്പോഴാണെന്നറിയോ, intermolecular attraction മിനിമം ആവുമ്പോൾ ടെമ്പറേച്ചറിൻ്റെയും പ്രഷറിൻ്റെയും കണ്ടീഷൻസ് എന്താണോ ആ സമയത്താണ് റിയൽ ഗ്യാസസ് ഐഡിയൽ ബിഹേവിയർ കാണിക്കുക. ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് റിയൽ ഗ്യാസസ് ഐഡിയൽ ബിഹേവിയർ കാണിക്കണമെങ്കിൽ intermolecular attraction മിനിമം ആവുന്ന സമയത്ത് ടെമ്പറേച്ചറിൻ്റെയും പ്രഷറിൻ്റെയും എന്താണ് കണ്ടീഷൻസ്, ആ കണ്ടീഷൻസിലാണ് റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ കാണിക്കുക. ഇനി അടുത്തത്, ദ റീസൺ ഫോർ ദിസ് ഡീവിയേഷൻ ഇസ് ഡ്യൂ ടു ടു ഫോൾട്ടി അസംഷൻസ് ഓഫ് കൈനറ്റിക് തിയറി. അപ്പോൾ ഈ ഡീവിയേഷന് കാരണമായിട്ടുള്ള രണ്ട് ഫോൾട്ടി അസംഷൻസ് ആണ് നമ്മുടെ കൈനറ്റിക് തിയറിയിലുള്ളത്. നോക്കാം. ദീസ് ടു ഫോൾട്ടി അസംഷൻസ് ആർ വോളിയം ഓഫ് ദ മോളിക്യൂൾ ഇസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ദ ടോട്ടൽ വോളിയം. അതായത് മോളിക്യൂളിൻ്റെ വോളിയം ടോട്ടൽ വോളിയത്തിന് കമ്പയർ ചെയ്ത് നെഗ്ലിജിബിൾ ആണെന്ന് പറഞ്ഞത് ഒരു ഫോൾട്ടി അസംഷൻ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് തമ്മിൽ ഒരു അട്രാക്ഷൻ ഇല്ല എന്ന് പറഞ്ഞതാണ് രണ്ടാമത്തെ ഫോൾട്ടി അസംഷൻസ്. അപ്പോൾ ഈ രണ്ട് ഫോൾട്ടി അസംഷൻസ് കാരണമാണ് നമുക്കിവിടെ ഡീവിയേഷൻസ് കാണുന്നത് ഐഡിയൽ ബിഹേവിയറിൽ നിന്ന്. ഓക്കെ, ഇനി അടുത്തത് കംപ്രസിബിലിറ്റി ഫാക്ടർ. ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ ഇസ് എക്സ്പ്രസ്ഡ് ബൈ ദി ടേം കംപ്രസിബിലിറ്റി ഫാക്ടർ കോൾഡ് Z. അപ്പോൾ ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് എത്രയോണ്ട് ഡീവിയേഷൻ നടന്നു എന്നുള്ളത് നമ്മൾ കംപ്രസിബിലിറ്റി ഫാക്ടർ, അതായത് Z എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്ന ആ ഫാക്ടർ യൂസ് ചെയ്തിട്ടാണ്, ആ ടേം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. ഫോർ എൻ ഐഡിയൽ ഗ്യാസ് PV = nRT. ഐഡിയൽ ഗ്യാസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ PV = nRT ആണ്. ദാറ്റ് ഇസ് PV/nRT = 1. അതായത് ഈ nRTനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാകും, ബാക്കി ഒരു 1 ഉണ്ടാവും അല്ലേ. സോ PV/nRT = 1. ദ ടേം PV/nRT is known as the compressibility factor Z. അപ്പോൾ ഈ PV/nRT എന്ന് പറയുന്നതാണ് Z, അതാണ് കംപ്രസിബിലിറ്റി ഫാക്ടർ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫോർ എൻ ഐഡിയൽ ഗ്യാസ് Z ഷുഡ് ബി ഈക്വൽ ടു 1. അപ്പോൾ ഐഡിയൽ ഗ്യാസിന് Z 1 ആവണം. ഇനി ഈ ഒരു ഗ്രാഫ് നോക്കൂ ഇവിടെ Z നമ്മൾ മാർക്ക് ചെയ്തു. Z = 1 എന്ന് പറയുന്നതാണ് ഐഡിയൽ കണ്ടീഷൻ. PZ ഗ്രാഫ് ആട്ടോ. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാവണേ, ഹീലിയത്തിനും ഹൈഡ്രജനും ആ സ്ട്രെയിറ്റ് ലൈനാണ്. അവരുടെ കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് പ്രഷറിനനുസരിച്ച് ഇൻക്രീസ് ചെയ്ത് പോകണു. മറ്റവരുടെ കുറഞ്ഞ് പിന്നെ ഒരു മിനിമം വാല്യൂ എത്തി പിന്നെ കൂടണം. ഓക്കെ, അപ്പോൾ ഐഡിയൽ ഗ്യാസ് കാണിക്കുന്ന ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു ഒരു ഗ്യാസസും ഐഡിയൽ ബിഹേവിയർ കാണിക്കില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഡീവിയേഷൻ ഇസ് ഡിറ്റർമിൻഡ് ബൈ പ്ലോട്ടിംഗ് Z against P അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. അതായത് നമ്മൾ നേരത്തെ ഒരു ഗ്രാഫിൽ കണ്ടു അല്ലേ, നമ്മൾ കംപ്രസിബിലിറ്റി ഫാക്ടർ എഗെയിൻസ്റ്റ് പ്രഷറായിട്ട് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ട് പ്ലോട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സ്റ്റെൻറ്റ് ഓഫ് ഡീവിയേഷൻ കിട്ടണേ. അത് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, എക്സ്റ്റെൻറ്റ് ഓഫ് ഡീവിയേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദി ഗ്യാസ്. ടെമ്പറേച്ചറും പ്രഷറും സെയിം ആണെന്ന് വിചാരിക്കാം. അപ്പോൾ
അതിൻ്റെ എത്രകൊണ്ട് ഡീവിയേറ്റ് ചെയ്തു എന്നുള്ളത് നമ്മൾ ആ ഗ്യാസിൻ്റെ നേച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് മനസ്സിലാക്കുക. ഫോർ ഹീലിയം ആൻഡ് ഹൈഡ്രജൻ ദ ഡീവിയേഷൻ ഇസ് ഓൾവേസ് പോസിറ്റീവ്. ഹീലിയോ ഹൈഡ്രജൻ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഡീവിയേഷൻ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും അല്ലേ. സെഡ് എന്ന് പറഞ്ഞാൽ ആ ലൈനിൻ്റെ മേലെയായിരുന്നു, അപ്പോൾ പോസിറ്റീവാണ്. ഫോർ ഗ്യാസസ് ലൈക്ക് കാർബൺ മോണോക്സൈഡ് ആൻഡ് മീഥെയിൻ ദ വാല്യൂ ഓഫ് സെഡ് ഫസ്റ്റ് ഡിക്രീസസ് reaches a minimum value, then increases with increase in pressure. പക്ഷേ നമ്മുടെ ഗ്യാസസ് ആയിട്ടുള്ള CO-യും CH4 ഒക്കെ എടുത്ത് നോക്കിയാൽ ആദ്യം സെഡിൻ്റെ വാല്യൂ കുറയണു, പിന്നെ ഒരു മിനിമം വാല്യൂ എത്തണു, പിന്നെ അവർ പ്രഷറിനനുസരിച്ച് കൂട്ടണു അല്ലേ. അപ്പോൾ ഈ ഒരു ഗ്രാഫ് നോക്കൂ, ഇത് Z പ്ലോട്ടഡ് അഗൈൻസ്റ്റ് P ആണ്, അതായത് കംപ്രസിബിലിറ്റി ഫാക്ടർ വേഴ്സസ് പ്രഷർ. അപ്പോൾ ഇഫ് Z is equal to 1 ഐഡിയൽ ബിഹേവിയറാണ് കാണിക്കുക. അതായത് ഗ്യാസിന് കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ ഐഡിയൽ ബിഹേവിയർ കാണിക്കും. Z ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ പോസിറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും കാണിക്കുക. Z ലെസ് ദാൻ 1 ആണെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും കാണിക്കുക. ഇനി നൈട്രജൻ്റെ ഒരു ഗ്രാഫാണ് ഈ തന്നേക്കണേ. 373 കെൽവിനിലാണെങ്കിൽ നൈട്രജൻ ഇങ്ങനെ ഹൈഡ്രജനും ഹീലിയവും കാണിക്കുന്ന പോലെ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കും. 223 കെൽവിനിലാണെങ്കിൽ നൈട്രജൻ ആദ്യം കുറഞ്ഞ മിനിമം വാല്യൂ എത്തി, പിന്നെ കൂടും പ്രഷറിനനുസരിച്ച്. ഇനി അടുത്ത 273 കെൽവിൻ, അതാവുമ്പോൾ നെഗറ്റീവ് ഡീവിയേഷൻ കുറഞ്ഞു വരികയാണ്. അധികം നെഗറ്റീവ് ഡീവിയേഷൻ ഇല്ല, പോസിറ്റീവ് ഡീവിയേഷനും കുറഞ്ഞു വരികയാണ്. ഇനി അടുത്തത് 323 കെൽവിനൊക്കെ വരുമ്പോൾ നെഗറ്റീവ് ഡീവിയേഷനും കുറയാണ്, പോസിറ്റീവ് ഡീവിയേഷനും കുറഞ്ഞ് ഐഡിയൽ ഗ്യാസിൻ്റെ അടുത്തടുത്ത് എത്താറായി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ആ ഒരു ഡിഫറൻസ്. 373 കെൽവിൻ ഇത് തന്നതിൽ വെച്ച് ഏറ്റവും ഹയർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 373 ആണ്, അവിടെ അത് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ തന്നതിൽ വെച്ച് ലോവസ്റ്റ് ആണ് 223 കെൽവിൻ, അതിലാണ് ഏറ്റവും നെഗറ്റീവ് ഡീവിയേഷൻ കൂടുതലും പോസിറ്റീവ് ഡീവിയേഷൻ കൂടുതലായിട്ട് കാണിക്കണേ. പിന്നെ 273 കെൽവിൻ, പിന്നെ 323, അങ്ങനെയാണ് പോണേ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രാഫ് ശ്രദ്ധിക്കുക കേട്ടോ, അത് നൈട്രജൻ്റെ കേസിലാണ്. അപ്പോൾ ഫോർ ദ സെയിം ഗ്യാസ് അറ്റ് സെയിം പ്രഷർ ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഡീവിയേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ടെമ്പറേച്ചർ. അതായത് ഒരേ ഗ്യാസാണ് ഒരേ പ്രഷറിലാണ് എടുത്തതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ എത്രയോട് ഡീവിയേറ്റ് ചെയ്തു എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ടെമ്പറേച്ചറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. സോ ഓൺ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ദ മിനിമം പോയിൻറ്റ് ഇൻ ദ കർവ് ഗോ അപ്വേർഡ്. അതായത് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടും തോറും ആ കർവിൻ്റെ മിനിമം പോയിൻ്റ് ഇല്ലേ, നമ്മൾ നൈട്രജനിലൊക്കെ കേസിൽ കണ്ടു അല്ലേ, മിനിമം പോയിൻ്റ് ഉണ്ടായിരുന്നു ഒരു കർവിന്. അപ്പോൾ അത് മേലേക്ക് പോയി തുടങ്ങും. അതായത് ഇപ്പോൾ നമുക്ക് നൈട്രജൻ എന്ന എക്സാമ്പിൾ എടുക്കാം. അതിൻ്റെ കർവ് എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം 223 കെൽവിൻ അതാണ് ഏറ്റവും കുറവായിട്ടുള്ള ടെമ്പറേച്ചർ. അപ്പോൾ ആ ടെമ്പറേച്ചറിലുള്ള കർവ് നോക്കുമ്പോൾ അതിൻ്റെ മിനിമം പോയിൻ്റാണ് ഏറ്റവും താഴെയുള്ളത് അല്ലേ. അത് കഴിഞ്ഞ് പിന്നെ കൂടുതലെന്ന് പറഞ്ഞാൽ 273 കെൽവിനാണ്. അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടി മേലെ 323 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി മേലെ. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്തോറും ആ മിനിമം പോയിൻ്റ് ഓഫ് ദ കർവ് മേലേക്ക് പോയി തുടങ്ങുകയാണ്. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, at certain temperature for any gas they exhibit almost ideal behavior and this temperature is known as Boyle's temperature. അതായത് ഏതെങ്കിലും ഒരു ഗ്യാസ് എടുക്കുക, അതിനൊരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അത് ഐഡിയൽ ബിഹേവിയർ കാണിക്കും. അപ്പോൾ ഈ ടെമ്പറേച്ചറിനെയാണ് അത് ബോയിൽസ് ടെമ്പറേച്ചർ എന്ന് പറയാം. അപ്പോൾ ഏതെങ്കിലും ഒരു ഗ്യാസ് അത് ആ ടെമ്പറേച്ചറിൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഐഡിയൽ ബിഹേവിയർ കാണിച്ചാൽ ആ ടെമ്പറേച്ചറിനെയാണ് ബോയിൽസ് ടെമ്പറേച്ചർ എന്ന് പറയാം. Boyle's temperature is the temperature at which a real gas exhibits ideal behavior over a particular pressure. Boyle's temperature വേറൊരു ഡെഫിനിഷനും കൂടിയുണ്ട്. അതായത് പെർട്ടിക്കുലർ പ്രഷറിന് മേലെ ഒരു റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ എക്സിബിറ്റ് ചെയ്താൽ ആ ടെമ്പറേച്ചറിനെയാണ് ബോയിൽസ് ടെമ്പറേച്ചർ എന്ന് പറയാം. Above boil temperature gases exhibit positive deviation. അപ്പോൾ ബോയിൽ ടെമ്പറേച്ചറിന് മേലെയാണെങ്കിൽ അതിലും കൂടുതലാണെങ്കിൽ ഗ്യാസ് പോസിറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും കാണിക്കുക. ഇനി അടുത്തത് ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസസ്, ആൻഡ്രൂസ് എക്സ്പെരിമെൻ്റ് എന്നൊക്കെ പറയും. എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു ഗ്രാഫ് നോക്കുക, പ്രഷർ അഗെയിൻസ്റ്റ് വോള്യം. അപ്പോൾ ഇതിൽ പല ടെമ്പറേച്ചേഴ്സും തന്നിട്ടുണ്ട്. ഇനി ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് എടുക്കണം. നോക്കി നോക്കാം. പ്രഷർ വോള്യം ടെമ്പറേച്ചർ റിലേഷൻ ഓഫ് എനി സബ്സ്റ്റൻസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ആൻഡ്രൂസ് എക്സ്പെരിമെൻറ്റ് ബൈ ടേക്കിംഗ് കാർബൺ ഡൈ ഓക്സൈഡ് ആസ് എൻ എക്സാമ്പിൾ. അപ്പോൾ ഏതൊരു സബ്സ്റ്റൻസിൻ്റെ ലിക്വിഡ് സ്റ്റേറ്റിലാണെങ്കിലും ഗേഷ്യസ് സ്റ്റേറ്റിലാണെങ്കിലും അതിൻ്റെ പ്രഷർ വോള്യം ടെമ്പറേച്ചർ റിലേഷൻസ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ആൻഡ്രൂസ് എക്സ്പെരിമെൻ്റ് എടുക്കണം. ആ ആൻഡ്രൂസ് എക്സ്പെരിമെൻറ്റിൽ നമ്മൾ എടുക്കുന്ന എക്സാമ്പിളാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഹീ ഫൗണ്ട് ദാറ്റ് ദി ബിഹേവിയർ ഓഫ് ഓൾ റിയൽ ഗ്യാസസ് ഇസ് സിമിലർ ടു ദാറ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ എന്തുകൊണ്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് എക്സാമ്പിളായിട്ട് എടുത്തത്? എന്താ വെച്ചാൽ എല്ലാ റിയൽ ഗ്യാസസും കാർബൺ ഡൈ ഓക്സൈഡ് കാണിക്കുന്ന അതേ ബിഹേവിയർ തന്നെ കാണിക്കണേ. അപ്പോൾ അങ്ങനെ സിമിലർ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ ആയതുകൊണ്ടാണ് നമുക്ക് ആൻഡ്രൂസ് എക്സ്പെരിമെൻറ്റിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ എക്സാമ്പിളായിട്ട് കാണാൻ പറ്റുന്നത്. ഹീ നോട്ടീസ് ദാറ്റ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ഈവൻ അറ്റ് ഹൈ പ്രഷർ ഗ്യാസസ് കനോട്ട് ബി ലിക്വിഫൈഡ്. അപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ചു ഹൈ ടെമ്പറേച്ചറിലും ഈവൻ ഹൈ പ്രഷർ എടുത്താൽ കൂടിയും ആ ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ പറ്റണില്ല. In case of carbon dioxide, on decreasing the temperature to 30.298 degrees Celsius up to 73 atm pressure, carbon dioxide is a gas. അപ്പോൾ അദ്ദേഹം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസിൽ
ടെമ്പറേച്ചർ കുറച്ചു, 30.98 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിച്ചു, 73 atm പ്രഷറും വരെ എത്തിച്ചു. എന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിലാണ് ഇരിക്കുന്നത്. ഇനി അറ്റ് 73 atm പ്രഷർ ലിക്വിഡ് കാർബൺ ഡൈ ഓക്സൈഡ് അപ്പിയർ ഫോർ ദി ഫസ്റ്റ് ടൈം. അപ്പോൾ 73 atm പ്രഷറിൽ എത്തിയപ്പോഴാണ് ആദ്യമായിട്ട് ലിക്വിഡ് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് കിട്ടണേ. സോ ദിസ് ഇസ് ദി ഹയസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ ഗ്യാസ് ക്യാൻ ബി ലിക്വിഫൈഡ്. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചറാണ് ഹയസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ ഗ്യാസ് ക്യാൻ ബി ലിക്വിഫൈഡ്. അതായത് ആ ഒരു ടെമ്പറേച്ചറാണ് ഹയസ്റ്റ് ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചറിലാണ് നമുക്ക് ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി. ദിസ് ടെമ്പറേച്ചർ ഇസ് നോൺ ആസ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അപ്പോൾ ഈ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് വിളിക്കുക. TZ എന്നൊക്കെ ഡിനോട്ട് ചെയ്യും. ദ പ്രഷർ ഹിയർ 73 atm കറസ്പോണ്ടിങ് ടു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഇസ് നോൺ ആസ് ക്രിട്ടിക്കൽ പ്രഷർ. അതായത് ഇവിടെ നമ്മളെടുത്തേക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് 73 atm അല്ലേ? ആ പ്രഷറിലാണ് ഫസ്റ്റ് ടൈമായിട്ട് നമുക്ക് ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ആ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്താണോ അതിനെയാണ് ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറയുക. അതായത് PC എന്ന് ഡിനോട്ട് ചെയ്യും. ആൻഡ് ദി വോളിയം ഒക്യുപ്പൈഡ് ബൈ ദി ഗ്യാസ് അറ്റ് ദിസ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇസ് നോൺ ആസ് ക്രിട്ടിക്കൽ വോളിയം. അപ്പോൾ ഈ ക്രിട്ടിക്കൽ പ്രഷറിലും ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലും എത്ര വോളിയം ആ ഗ്യാസ് ഒക്യുപ്പൈ ചെയ്തിരുന്നോ അതിനെയാണ് ക്രിട്ടിക്കൽ വോളിയം എന്ന് പറയുക. VC എന്ന് ഡിനോട്ട് ചെയ്യും. PC, VC, TC are together known as critical constants. അപ്പോൾ PCനെയും ക്രിട്ടിക്കൽ പ്രഷറിനെയും ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെയും ക്രിട്ടിക്കൽ വോളിയത്തിനെയും ഒരുമിച്ച് വിളിക്കുന്നതാണ് ക്രിട്ടിക്കൽ കോൺസ്റ്റൻസ്. ഓക്കെ. ഓൺ ഇൻക്രീസിങ് ദ പ്രഷർ ഫ്രം E, there is only more compression indicated by steep line or rise. അതായത് നമ്മൾ E എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടുന്ന് പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സ്റ്റീപ്പ് ലൈൻ അല്ലെങ്കിൽ റൈസ് ആണ് കാണാൻ പറ്റുക അല്ലേ? കംപ്രഷനാണ്, കൂടുതൽ കംപ്രഷൻ നടക്കണമെന്നാണ് അതിന് ഉദ്ദേശിക്കുന്നത്, ആ സ്റ്റീപ്പ് ലൈനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദീസ് റെപ്രസെൻറ്റ്സ് ഐസോതേം ഓഫ് ലിക്വിഡ്സ്. അപ്പോൾ ഇതാണ് ലിക്വിഡ്സിൻ്റെ ഐസോതേമിനെ റെപ്രസെൻറ്റ് ചെയ്യണത്. ഓക്കെ. അറ്റ് ടെമ്പറേച്ചർ ലെസ് ദാൻ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ദ ബിഹേവിയർ ഓഫ് കംപ്രഷൻ ഇസ് ഡിഫറെൻറ്റ്. അതായത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെയുള്ള ടെമ്പറേച്ചർ ആണെങ്കിൽ ആ കംപ്രഷൻ്റെ ബിഹേവിയർ വ്യത്യസ്തമായിരിക്കും. At a temperature of 21.5 degrees Celsius, carbon dioxide is a gas up to the point B. അപ്പോൾ 21.5 ഡിഗ്രി സെൽഷ്യസ് വരെ എടുക്കുകയാണെങ്കിൽ, ആ ഒരു ടെമ്പറേച്ചർ എടുക്കുകയാണെങ്കിൽ B പോയിന്റ് വരെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്. അറ്റ് B, liquid carbon dioxide of certain volume appear for the first time. അതായത് B പോയിന്റ് വരെ നമ്മൾ 21.5 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഗ്യാസ് ആണ്. പക്ഷേ Bയിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ ലിക്വിഡ് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് കാണാൻ പറ്റും. അറ്റ് B, liquid and gaseous carbon dioxide coexist and an increase in pressure condensation of more gas takes place up to the point C. അതായത് Bയിൽ നോക്കുമ്പോൾ ലിക്വിഡും ഗേഷ്യസ് കാർബൺ ഡൈ ഓക്സൈഡും രണ്ടും കൂടി എക്സിസ്റ്റ് ചെയ്യാണ്, കോ എക്സിസ്റ്റൻസ് ആണ്. അതായത് ലിക്വിഡും ഗേഷ്യസ് ഫേസും അവിടെ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ B പോയിന്റിൽ കേട്ടോ. പിന്നെ നമ്മൾ പ്രഷർ കൂട്ടുകയാണ്. പ്രഷർ കൂട്ടുമ്പോൾ എന്തുണ്ടാവും? ഗ്യാസ് കൂടുതൽ കണ്ടൻസ്ഡ് ആവും അല്ലേ? കണ്ടൻസേഷൻ ഓഫ് മോർ ഗ്യാസ് ടേക്സ് പ്ലേസ്. അത് C എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് വരെയാണ് ആ ഒരു കണ്ടൻസേഷൻ നടക്കുക. ഇനി അറ്റ് C, ഓൾ ദി ഗ്യാസസ് ഇസ് കണ്ടൻസ്ഡ് ടു ലിക്വിഡ്. അപ്പോൾ Cയിൽ നോക്കുമ്പോൾ എല്ലാ ഗ്യാസും കണ്ടൻസ് ചെയ്ത് ലിക്വിഡ് ഫോമിലേക്ക് മാറി. A slight compression in the volume from V2 to V3 increases the pressure from P2 to P3. നമ്മളൊന്ന് ആ വോള്യത്തിനെ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ V2 നിന്ന് V3യിലേക്ക് നമ്മൾക്ക് ആ വോള്യത്തിനെ കംപ്രസ് ചെയ്താൽ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ പ്രഷർ P2 നിന്ന് P3യിലേക്ക് ഇൻക്രീസ് ആവും. ഓക്കെ. ഇൻഡിക്കേറ്റഡ് ബൈ എ സ്റ്റീപ്പ് ലൈൻ. അപ്പോൾ അതാണ് സ്റ്റീപ്പ് ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറ്റ് എനി ടെമ്പറേച്ചർ ലെസർ ദാൻ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ദ നേച്ചർ ഓഫ് ദ ഗ്യാസ് ഇസ് സിമിലർ ടു ദാറ്റ് ഓഫ് അറ്റ് 21.5 ഡിഗ്രി സെൽഷ്യസ്. അതായത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെയുള്ള ഏത് ടെമ്പറേച്ചറിലായാലും ആ ഗ്യാസിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് 21.5 ഡിഗ്രി സെൽഷ്യസിന് അതിന് എന്ത് നേച്ചർ ഉണ്ടായിരുന്നു അതേ സിമിലർ നേച്ചർ തന്നെയാണ് അത് കാണിക്കുക. ഓക്കെ. ദി ഓൺലി ഡിഫറൻസ് ഇസ് ദി ലെങ്ത് ഓഫ് സ്റ്റീപ്പ് ലൈൻ ഇൻക്രീസസ് ആസ് എ ടെമ്പറേച്ചർ ഡിക്രീസസ്. ഡിഫറൻസ് എന്തിലാന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കുറയണതിനനുസരിച്ച് അത്രകൊണ്ട് ആ സ്റ്റീപ്പ് ലൈൻ്റെ ലെങ്ത് കൂടി വരും. ഹെൻസ് ഓൾ ഗ്യാസസ് ഷുഡ് ബി കൂൾഡ് ബിലോ ദി ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഫോർ ദ ലിക്വിഫാക്ഷൻ അറ്റ് ഹൈ പ്രഷർ. അതായത് നമുക്ക് ഹൈ പ്രഷറിൽ വെച്ച് ലിക്വിഫാക്ഷൻ നടത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? എല്ലാ ഗ്യാസസിനെയും നമ്മൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെ കൂൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഹൈ പ്രഷറിൽ വെച്ച് ലിക്വിഫാക്ഷൻ നടത്താൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് അത്രയ്ക്ക് കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. എന്താണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, എന്താണ് ക്രിട്ടിക്കൽ പ്രഷർ, എന്താണ് ക്രിട്ടിക്കൽ വോള്യം എന്നൊക്കെ മനസ്സിലാക്കുക. അത്രേ ഉള്ളൂ. അത്രേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ. ഹൈ പ്രഷർ ബ്രിങ്സ് ദ മോളിക്യൂൾസ് ക്ലോസർ ആൻഡ് ലോ ടെമ്പറേച്ചർ സ്ലോസ് ഡൗൺ ദി മോളിക്യൂൾ. അതായത് നമ്മൾ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? മോളിക്യൂൾസൊക്കെ അടുത്തടുത്ത് വരാൻ തുടങ്ങും അല്ലേ? ടെമ്പറേച്ചർ കുറച്ചാലോ മോളിക്യൂൾസ് പതുക്കെ മൂവ് ചെയ്യുള്ളൂ.
Hence, the intermolecular attraction hold them closely and slowly moving molecule together and bring about liquefaction. അപ്പോൾ നമുക്ക് എന്ത് പറയാം? intermolecular attraction, അവർ തമ്മിലുള്ള intermolecular attraction ക്ലോസ്ലിയും സ്ലോലി ആയിട്ടുള്ള മൂവിങ് പാർട്ടിക്കിൾസിനെ അടുത്തേക്ക് കൊണ്ടുവരും. അതാണ് ലിക്വിഫാക്ഷൻ സഹായിക്കുന്നത്. ക്ലോസ്ലി ആൻഡ് സ്ലോലി മൂവിങ് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലും പോണ മോളിക്യൂൾസ്, അവരെ ഒരുമിച്ച് കൊണ്ടുവരും. അതാണ് ലിക്വിഫാക്ഷൻ സഹായിക്കുക. ഇനി അടുത്തത് സിഗ്നിഫിക്കൻസ് ഓഫ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഇനി ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഫോർ ഡിഫറെൻറ്റ് ഗ്യാസസ് ഹെൽപ്സ് ഇൻ കമ്പയറിംഗ് ദ റിലേറ്റീവ് ടെൻഡൻസി ഫോർ ലിക്വിഫാക്ഷൻ. അതായത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ നമുക്ക് പല ഗ്യാസസിന് കിട്ടുകയാണെങ്കിൽ നമുക്ക് ലിക്വിഫൈ ചെയ്യാനുള്ള അവരുടെ ടെൻഡൻസിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ആർക്കാണ് കൂടുതൽ ലിക്വിഫൈ ചെയ്യാൻ പറ്റുക, ആർക്കാണ് കുറവ് ലിക്വിഫൈ ചെയ്യാൻ പറ്റുക, അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഗ്രേറ്റർ ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് ഗ്യാസ് ഈസിയർ വിൽ ബി ദ ലിക്വിഫാക്ഷൻ. അതായത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഒരു ഗ്യാസിൻ്റെ കൂടുതലാണെങ്കിൽ നമുക്ക് അത്രയും എളുപ്പമായിട്ട് ആ ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ പറ്റും. The liquefying tendencies of different gases are in the order NH3 greater than, CO2 greater than, O2 greater than, N2 greater than, H2 greater than helium. അതായത് ഓരോ ഗ്യാസസിനും ഓരോ ലിക്വിഫൈങ് ടെൻഡൻസീസ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് അമോണിയക്കാണ് ഏറ്റവും കൂടുതൽ, പിന്നെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത്, പിന്നെ ഓക്സിജൻ, പിന്നെ നൈട്രജൻ, പിന്നെ ഹൈഡ്രജൻ, ലാസ്റ്റാണ് ഹീലിയം. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻ കേസ് ഓഫ് പെർമനൻറ്റ് ഗ്യാസസ്, ദാറ്റ് ഇസ് എ ഗ്യാസസ് വിച്ച് ഷോസ് ഓൾവേസ് പോസിറ്റീവ് ഡീവിയേഷൻ, ലിക്വിഫാക്ഷൻ നീഡ്സ് ബോത്ത് കൂളിംഗ് ആൻഡ് കംപ്രഷൻ. അപ്പം നമ്മൾ പെർമനൻറ്റ് ഗ്യാസസിൻ്റെ കേസ് എടുക്കുകയാണ്. പെർമനൻറ്റ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഗ്യാസസ് ആയിരിക്കും. അവർക്ക് ലിക്വിഫാക്ഷന് വേണ്ടിയിട്ട് കൂളിങ്ങും കംപ്രഷനും രണ്ടും ആവശ്യമുണ്ട്. A gas below critical temperature can be liquefied by applying pressure only. അപ്പോൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെയാണ് ഒരു ഗ്യാസ് ഇരിക്കണേന്ന് വെച്ചാൽ അതിനെ ലിക്വിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രഷർ അപ്ലൈ ചെയ്തേ മതിയാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് 3 സിഗ്നിഫിക്കൻസ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ. ഒന്ന്, നമുക്ക് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഒരു ഗ്യാസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ എത്ര കൊണ്ട് ലിക്വിഫൈ ചെയ്യാൻ എളുപ്പമാണോ അങ്ങനെ പറഞ്ഞ് കമ്പയർ ചെയ്യാൻ പറ്റും. ആ ടെൻഡൻസി ഫോർ ലിക്വിഫാക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് ഗ്യാസസിൻ്റെ കേസിൽ ലിക്വിഫാക്ഷന് കൂളിങ്ങും കംപ്രഷനും വേണം. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെയുള്ള ഒരു ഗ്യാസ് ആണെങ്കിൽ അതിനെ ലിക്വിഫൈ ചെയ്യാൻ നമുക്ക് പ്രഷർ മാത്രം അപ്ലൈ ചെയ്താലേ സാധിക്കുള്ളൂ. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ് സ്റ്റേറ്റ്. ലിക്വിഡ് സ്റ്റേറ്റിന് പല പ്രോപ്പർട്ടീസ് ഉണ്ട്. ആദ്യത്തെ വേപ്പർ പ്രഷർ, രണ്ടാമത്തെ ബോയിലിംഗ് പോയിന്റ്, മൂന്നാമത്തെ സർഫസ് ടെൻഷൻ, നാലാമത്തെ വിസ്കോസിറ്റി. അപ്പോൾ ആദ്യത്തെ ആയിട്ടുള്ള വേപ്പർ പ്രഷർ എന്താണെന്ന് നോക്കാം. സപ്പോസ് എ ലിക്വിഡ് ഇസ് പ്ലേസ്ഡ് ഇൻ എ ക്ലോസ്ഡ് വെസൽ. അതായത് ഒരു ലിക്വിഡ് നമ്മളൊരു ക്ലോസ്ഡ് വെസലിൽ വെച്ചിരിക്കുകയാണ്. ഇവോപ്പറേഷൻ സ്റ്റാർട്ട്സ് ഇൻ ദി മോളിക്യൂൾ ഹാവിംഗ് ദ സഫിഷ്യൻറ്റ് എനർജി ടു ഓവർകം ദി ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ എസ്കേപ്പ് ഫ്രം ദി സർഫസ്. അതായത് നമ്മൾ പറഞ്ഞു ക്ലോസ്ഡ് വെസലിൽ നമ്മൾ ലിക്വിഡിനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവോപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? ആ മോളിക്യൂൾസിനൊക്കെ എനർജി ഉണ്ടാവും അല്ലേ, ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി ഉണ്ടാവും. അപ്പോൾ ആ എനർജി വെച്ചിട്ട് അവർ തമ്മിലുള്ള ഒരു അട്രാക്ഷൻ ഉണ്ടാവില്ലേ, ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ, അതിനെ ഓവർകം ചെയ്ത് ആ സർഫസ് നിന്ന് പൊന്തി വരും. അങ്ങനെയാണ് ഇവോപ്പറേഷൻ നടക്കണേ അല്ലേ. ആസ് ദ ടൈം പാസസ് more and more molecules in their random motion collide with one another with the walls of the container and with the liquid surface. അപ്പോൾ സമയം പൂന്തോറും, അതായത് കൂടുതൽ മോളിക്യൂൾസ് ഇങ്ങനെ അവർക്ക് റാൻഡം മോഷനിലാണല്ലോ ഇത് പോവുക. നമ്മൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ പോസ്റ്റ്ലേറ്റ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്യാസസ് മൂവ് ഇൻ റാൻഡം മോഷൻ അല്ലേ, അങ്ങോട്ടൊക്കെ ആയിട്ട് മൂവ് ചെയ്യുക. അപ്പോൾ അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അവരവരുടെ കണ്ടെയ്നറുടെ വാൾസായിട്ട് കൊളൈഡ് ചെയ്യും, അവർ തമ്മിൽ കൊളൈഡ് ചെയ്യും, ലിക്വിഡ് സർഫസിൽ കൊളൈഡ് ചെയ്യും അല്ലേ, അങ്ങനെ കുറേ കൊളിഷൻസ് നടക്കും. സം സ്ലോ മൂവിങ് മോളിക്യൂൾസ് കൊളൈഡിങ് വിത്ത് ദ സർഫസ് ഓഫ് ദ ലിക്വിഡ് മേ റീക്യാപ്ചർ ആൻഡ് ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു ലിക്വിഡ്. അപ്പോൾ എന്തുണ്ടാവുക വെച്ചാൽ ഇങ്ങനെ മൂവ് ചെയ്യണത്, പതിയെ മൂവ് ചെയ്യുന്ന മോളിക്യൂൾസൊക്കെ ചിലപ്പോൾ ലിക്വിഡിൻ്റെ സർഫസിൽ പോയിട്ട് കൊളൈഡ് ചെയ്യും. അങ്ങനെ ചിലപ്പോൾ കൊളൈഡ് ചെയ്യുമ്പോൾ അതിനെ റീക്യാപ്ചർ ചെയ്ത് അതിനെ വീണ്ടും പിടിച്ചെടുത്തിട്ട് വീണ്ടും വെള്ളാക്കി മാറ്റും. ഓക്കെ, അതായത് അതിനെ ഇവോപ്പറേറ്റ് ചെയ്യാൻ സമ്മതിക്കാണ്ട് വീണ്ടും അതിനെ ലിക്വിഡാക്കി മാറ്റും. അങ്ങനെ പതിയെ മൂവ് ചെയ്ത് മറ്റേ ലിക്വിഡിൻ്റെ സർഫസിൽ കൊളൈഡ് ചെയ്യുന്ന മോളിക്യൂൾസിനെ നമ്മൾ വീണ്ടും ലിക്വിഡായിട്ട് കൺവേർട്ട് ചെയ്യും. ദിസ് പ്രോസസ് ഇസ് കോൾഡ് കണ്ടൻസേഷൻ. ഈ പ്രോസസ്സിനെയാണ് കണ്ടൻസേഷൻ എന്ന് വിളിക്കുക. ഗ്യാസായി പോകാൻ നിന്ന ആളെ പിടിച്ചിട്ട് ലിക്വിഡാക്കി, അപ്പോൾ അതിനെയാണ് പറയുക കണ്ടൻസേഷൻ. In the beginning, the rate of evaporation is much greater than the rate of condensation because only small number of molecules are present in the gaseous state. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇവോപ്പറേഷൻ്റെ റേറ്റ് ആയിരിക്കും കണ്ടൻസേഷൻ്റെ റേറ്റിനെക്കാട്ടും കൂടുതൽ. കാരണം കുറച്ച് മോളിക്യൂൾസേ ഗേഷ്യസ് സ്റ്റേറ്റിൽ ഉണ്ടാവുള്ളൂ, കൂടുതലും ലിക്വിഡ് ഫേസിലാണ് ഇരിക്കണേ. അപ്പോൾ കുറച്ച് മോളിക്യൂൾസ് മാത്രമാണ് ഗേഷ്യസ് സ്റ്റേറ്റിലിരിക്കുക. അപ്പോൾ ഗേഷ്യസ് സ്റ്റേറ്റിലിരിക്കണവരെ ലിക്വിഡിലേക്ക് മാറ്റുമ്പോഴാണ് അത് കണ്ടൻസേഷൻ ആവണേ. ലിക്വിഡിലിരിക്കണവരെ ഗേഷ്യസിലേക്ക് മാറ്റുമ്പോൾ അത് ഇവോപ്പറേഷനാണ്. സോ
ഇവോപ്പറേഷൻ റേറ്റ് അല്ലേ കൂടുതലുണ്ടാവുക, കാരണം ലിക്വിഡ് ഫേസ് ആണ് കൂടുതൽ അല്ല, ലിക്വിഡ് മോളിക്യൂൾസ് ആണ് കൂടുതൽ. അപ്പോൾ അവരെ ഗേഷ്യസ് ആക്കാനുള്ളതായിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ ഇവോപ്പറേഷൻ ആണ് കൂടുതൽ. അപ്പോൾ റേറ്റ് ഓഫ് ഇവോപ്പറേഷൻ ആയിരിക്കും ബിഗിനിങ്ങിലൊക്കെ കണ്ടൻസേഷൻ റേറ്റിനെക്കാട്ടും കൂടുതൽ. But as the molecule accumulates in the space above the liquid, the rate of condensation increases and the rate of evaporation decreases. അതായത് മോളിക്യൂൾസ് അങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് ലിക്വിഡിൽ നിന്ന് ഗേഷ്യസ് ആയി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവും? പിന്നെ കണ്ടൻസേഷനാണ് നടക്കുക അല്ലേ? പിന്നെ ഗേഷ്യസ് ഫേസ് ആണ് കൂടുതൽ. അപ്പോൾ ഗേഷ്യസിൽ നിന്ന് ലിക്വിഡ് ആവാനുള്ള ഒരു ടെൻഡൻസിയാണ് പിന്നെ ഉണ്ടാവുക. അപ്പോൾ റേറ്റ് ഓഫ് കണ്ടൻസേഷൻ ആണ് കൂടുക, റേറ്റ് ഓഫ് ഇവോപ്പറേഷൻ കുറയും. ഫൈനലി എ സ്റ്റേജ് ഇസ് റീച്ച്ഡ് വെൻ ദ റേറ്റ് ഓഫ് ഇവോപ്പറേഷൻ ബിക്കം ഈക്വൽ ടു ദ റേറ്റ് ഓഫ് കണ്ടൻസേഷൻ. പിന്നെ നമുക്കൊരു സ്റ്റേജ് എത്തും, അവിടെ ഇവോപ്പറേഷൻ്റെ റേറ്റും കണ്ടൻസേഷൻ്റെ റേറ്റും ഈക്വൽ ആയിരിക്കും. ദിസ് സ്റ്റേറ്റ് ഇൻ വിച്ച് ദ ഇവോപ്പറേഷൻ ആൻഡ് കണ്ടൻസേഷൻ ടേക്സ് പ്ലേസ് ദ സെയിം റേറ്റ് ഇസ് കോൾഡ് ദ സ്റ്റേറ്റ് ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ദ ലിക്വിഡ് ആൻഡ് ദി വേപ്പർ. ഈ ഒരു സ്റ്റേറ്റ്, അതായത് ഇവോപ്പറേഷനും കണ്ടൻസേഷനും ഒരേ റേറ്റിൽ ഒരേ സമയത്ത് നടക്കുന്നതിനെയാണ് സ്റ്റേറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുക. അതുണ്ടാവുക ലിക്വിഡിൻ്റെയും വേപ്പർ ഫേസിൻ്റെയും ഇടയിലാണ്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദി വേപ്പർ അറ്റ് ദിസ് സ്റ്റേജ് ഇസ് കോൾഡ് വേപ്പർ പ്രഷർ ഓർ സാച്ചുറേറ്റഡ് വേപ്പർ പ്രഷർ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ സ്റ്റേറ്റ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റേജിൽ ആ വേപ്പർ എത്രകൊണ്ട് പ്രഷർ എക്സേർട്ട് ചെയ്യണു അതിനെയാണ് വേപ്പർ പ്രഷർ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് സാച്ചുറേറ്റഡ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ? സാച്ചുറേറ്റഡ് എന്ന് മീനിങ് എന്താ? ഇത് നമ്മളിപ്പോൾ എത്ര ആഡ് ചെയ്താലും കാര്യമില്ല, അത് ആ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിലേ ഇരിക്കുള്ളൂ. അതാണ് സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷനിലായിരിക്കണേ, ഇനി അത് മാറില്ല. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ ഉണ്ടാകുന്ന പ്രഷറിനെയാണ് നമ്മൾ വേപ്പർ പ്രഷർ എന്ന് പറയുക, അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് വേപ്പർ പ്രഷർ എന്ന് പറയാം. ഹെൻസ് vapor pressure of a liquid at any temperature may be defined as the pressure exerted by the vapor in equilibrium with the liquid at that temperature. അപ്പോൾ നമുക്ക് വേപ്പർ പ്രഷറിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഏതെങ്കിലും ഒരു ടെമ്പറേച്ചറിലിരിക്കുന്ന ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ ആ ഒരു വേപ്പർ അതിൻ്റെ ലിക്വിഡായിട്ട് ആ ഏതെങ്കിലും ഒരു ടെമ്പറേച്ചർ, ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലാവില്ല ഉണ്ടാവുക. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ആ വേപ്പർ ലിക്വിഡായിട്ട് ഇക്വിലിബ്രിയത്തിൽ ഏത് പ്രഷറിലാണോ ഇരിക്കണേ ആ പ്രഷറിനെയാണ്, ആ വേപ്പറിൻ്റെ പ്രഷറിനെയാണ് വേപ്പർ പ്രഷർ എന്ന് പറയാം. ഒന്നും കൂടി പറഞ്ഞുതരാം. ഏതെങ്കിലും ഒരു ടെമ്പറേച്ചറിൽ ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ വേപ്പർ ഒരു ലിക്വിഡായിട്ട് ഏത് ടെമ്പറേച്ചറിലാണ് ഇക്വിലിബ്രിയത്തിലിരിക്കുന്നത് ആ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന പ്രഷർ, ആ വേപ്പറിനുണ്ടാകുന്ന പ്രഷറിനെയാണ് വേപ്പർ പ്രഷർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ വേപ്പർ പ്രഷർ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയേണ്ടത്. വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡ് അറ്റ് എനി ടെമ്പറേച്ചർ മേ ബി ഡിഫൈൻഡ് ആസ് ദി പ്രഷർ എക്സേർട്ടഡ് ബൈ ദി വേപ്പർ ഇൻ ഈക്വിലിബ്രിയം വിത്ത് ലിക്വിഡ് അറ്റ് ദാറ്റ് ടെമ്പറേച്ചർ. അപ്പോൾ ഇത്രയും കഥ പറഞ്ഞത് എന്താണ് വേപ്പർ പ്രഷറിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, the vapor pressure is a characteristic property of a liquid at a given temperature. തന്നിരിക്കുന്ന ടെമ്പറേച്ചറിൽ ലിക്വിഡിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വേപ്പർ പ്രഷർ. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി എമൗണ്ട് ഓഫ് ലിക്വിഡ്. എത്ര കൊണ്ട് ലിക്വിഡ് എടുത്തു എന്നുള്ളത് തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫോളോയിങ് 2 ഫാക്ടേഴ്സ്. അപ്പോൾ വേപ്പർ പ്രഷറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻഡ് ചെയ്യുക 2 ഫാക്ടേഴ്സിനെയാണ്. ഒന്ന് ആ ലിക്വിഡിൻ്റെ നേച്ചറിനെയും, 2 ആ ലിക്വിഡിൻ്റെ ടെമ്പറേച്ചറിനെയും. അപ്പോൾ ആദ്യം നേച്ചർ എങ്ങനെയാണ് പോണേന്ന് നോക്കാം. ഇഫ് ദ intermolecular force of attraction are weak, the molecules can easily leave the liquid and come to the vapor phase and hence the vapor pressure will be high. അതായത് മോളിക്യൂൾസ് തമ്മിലുള്ള intermolecular force of attraction, intermolecular attraction വീക്ക് ആണെങ്കിൽ എന്ത് സംഭവിക്കും? മോളിക്യൂൾസ് പെട്ടെന്ന് അകന്നു പോവും അല്ലേ? അവർക്ക് തമ്മിൽ അട്രാക്ഷൻ ഒന്നുമില്ല, അപ്പോൾ പെട്ടെന്ന് അകന്നു പോവും. അപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് പോയി അത് വേപ്പർ ഫേസിലേക്ക് എത്തും. അപ്പോൾ വേപ്പർ പ്രഷർ കൂടും അല്ലേ? ഫോർ എക്സാമ്പിൾ, the vapor pressure of acetone, ether, alcohol, etc. higher than that of water at the same temperature. Acetone, നെയിൽ പോളിഷ് റിമൂവറൊക്കെ അസിറ്റോൺ കൊണ്ടാണ് ഉണ്ടാക്കണേ. അപ്പോൾ അസിറ്റോൺ, ഈതർ, ആൽക്കഹോൾ ഇവരൊക്കെ വേപ്പർ പ്രഷർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വാട്ടറിനെക്കാട്ടും കൂടുതലായിരിക്കും ഒരേ ടെമ്പറേച്ചറിൽ തന്നെ കേട്ടോ. ഒരേ ടെമ്പറേച്ചറിൽ തന്നെ നമ്മൾ അസിറ്റോൺ, ഈതർ, ആൽക്കഹോൾ, വാട്ടറിനെയൊക്കെ വെച്ചിട്ട് വേപ്പറൈസ് ചെയ്ത് നോക്കിയാൽ വേപ്പർ പ്രഷർ ഓഫ് അസിറ്റോൺ, ഈതർ, ആൽക്കഹോൾ വിൽ ബി ഹയർ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് വാട്ടർ. അതിതുകൊണ്ടാണ് അവർക്ക് ഇൻ്റർമോളിക്കുലർ അട്രാക്ഷൻ വീക്കാണ്. നമ്മൾ വാട്ടർ എടുത്ത് നോക്കിയാൽ ഇൻ്റർമോളിക്കുലർ അട്രാക്ഷൻ നല്ല സ്ട്രോങ് ആണ്, ഹൈഡ്രജൻ ബോണ്ടാണ് അല്ലേ? അപ്പോൾ അത്ര പെട്ടെന്നൊന്നും അവർ വിട്ടുപോവില്ല, മോളിക്യൂൾസ് ആ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറില്ല, അതിന് കുറച്ച് ടൈം എടുക്കും. പക്ഷേ അസറ്റോൺ, ഈതർ, ആൽക്കഹോൾ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഇൻ്റർമോളിക്കുലർ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വീക്കാണ്. അപ്പോൾ പെട്ടെന്ന് ആ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് അവർ വേപ്പർ ഫേസിലേക്ക് എത്തും. അപ്പോൾ അവരുടെ വേപ്പർ പ്രഷർ ഹൈ ആവും.
അപ്പോൾ ഇതാണ് നേച്ചർ ഓഫ് ലിക്വിഡ് വഴി നമുക്ക് വേപ്പർ പ്രഷറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറ്റുക. രണ്ടാമത്തെ കാര്യം അതിനെ ഡിപ്പെൻഡ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ലിക്വിഡിൻ്റെ ടെമ്പറേച്ചറിനെയാണ്. ദ വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അതായത് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ആ ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷറും കൂടും. ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ്, അതായത് പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് വിത്ത് ഹയർ കൈനറ്റിക് എനർജി ഇൻക്രീസസ്. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ കൈനറ്റിക് എനർജി കൂടുതലുള്ള മോളിക്യൂൾസ് ഉണ്ടാവില്ലേ, അവരുടെ എണ്ണം കൂടും. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ കൈനറ്റിക് എനർജി സ്പീഡിനെയാണല്ലോ കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്യണേ, 12 mv² എന്നല്ലേ. അപ്പോൾ സ്പീഡ് കൂടും. അപ്പോൾ ആ സ്പീഡ് കൂടുതലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസും കൂടും. Therefore, more molecules escape from the surface of the liquid and the vapor pressure increases. അതുകൊണ്ട് കൂടുതൽ മോളിക്യൂൾസ് ആ ലിക്വിഡ് സർഫസിൽ നിന്ന് എസ്കേപ്പ് ചെയ്തിട്ട് അതിൻ്റെ വേപ്പർ പ്രഷർ കൂട്ടും. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡും കൂടും. ഇനി അടുത്തത് ബോയിലിംഗ് പോയിൻറ്റ്. When a liquid is heated, the temperature of a liquid rises and its vapor pressure increases. നമ്മൾ ലിക്വിഡ് ഹീറ്റ് ചെയ്തു, അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ ഉണ്ടാവുക, ആ ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ കൂടും അല്ലേ, അതിൻ്റെ വേപ്പർ പ്രഷറും ഒപ്പം കൂടും. The boiling point of a gas is the temperature at which the vapor pressure of a liquid becomes equal to the atmospheric pressure. അപ്പോൾ ബോയിലിംഗ് പോയിൻ്റ്, ഒരു ഗ്യാസിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഏത് ടെമ്പറേച്ചറിലാണോ അതിൻ്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറായിട്ട് ഈക്വൽ ആവണേ ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ആ ഗ്യാസിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയാം. ഒരു ലിക്വിഡിന് ഒരു വേപ്പർ പ്രഷർ ഉണ്ടാവും, പിന്നെ നമ്മളെ അറ്റ്മോസ്ഫിയറിലും ഒരു പ്രഷർ ഉണ്ടാവും. ഈ രണ്ട് പ്രഷേഴ്സും ഈക്വൽ ആവുന്ന ടെമ്പറേച്ചർ ഏതാണോ ആ ടെമ്പറേച്ചറിലായിരിക്കും ആ ഗ്യാസിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് നമുക്ക് പറയാൻ പറ്റുക. From the above discussion, it is clear that the boiling point depends upon atmospheric pressure. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ, ബോയിലിംഗ് പോയിൻ്റ് ആ ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ബോയിലിംഗ് പോയിൻ്റ് ഡിപ്പെൻഡ് ചെയ്യണത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെയാണ്. ദ ബോയിലിംഗ് പോയിൻ്റ് ഓഫ് എ ലിക്വിഡ് അറ്റ് 180 is called ബോയിലിംഗ് പോയിൻ്റ്. അപ്പം 180 ഒരു ലിക്വിഡിൻ്റെ ബോയിലിംഗ് പോയിൻറ്റിനെയാണ് നമ്മൾ ബോയിലിംഗ് പോയിൻ്റ് എന്ന് വിളിക്കുക, ബോയിലിംഗ് പോയിൻ്റ്. ഓക്കെ, കൺഫ്യൂസ്ഡ് ആവണ്ട, ഒരു 80 ഉണ്ടാവുന്ന ആ ലിക്വിഡിൻ്റെ ബോയിലിംഗ് പോയിൻറ്റിനെയാണ് ബോയിലിംഗ് പോയിൻ്റ് എന്ന് വിളിക്കാം. ദ ബോയിലിംഗ് പോയിൻറ്റ് ചേഞ്ചസ് വിത്ത് ചേഞ്ച് ഇൻ പ്രഷർ. അപ്പോൾ പ്രഷർ മാറുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിൻറ്റും മാറും. അബവ് ദി ലിക്വിഡ് ഒബ്വിയസ്ലി ഇഫ് ദ എക്സ്റ്റേണൽ പ്രഷർ ഇസ് ഹൈ ദ ബോയിലിംഗ് പോയിൻറ്റ് ഓൾസോ വിൽ ബി ഹയർ അല്ലേ. എക്സ്റ്റേണൽ പ്രഷർ കൂടുതലാണെങ്കിൽ ബോയിലിംഗ് പോയിൻറ്റും കൂടുതലായിരിക്കും. സിമിലർലി ഇഫ് ദ എക്സ്റ്റേണൽ പ്രഷർ ഇസ് ഡിക്രീസ്ഡ് ബോയിലിംഗ് പോയിൻറ്റ് ഇസ് ലോവേർഡ്. അതുപോലെ തന്നെ നമ്മൾ എക്സ്റ്റേണൽ പ്രഷർ കുറച്ചാൽ ബോയിലിംഗ് പോയിൻറ്റ് കുറയും. ദിസ് ഇസ് ദ റീസൺ വൈ എ ലിക്വിഡ് ബോയിൽസ് അറ്റ് ലോവർ ടെമ്പറേച്ചർ ഓൺ ദ ടോപ്പ് ഓഫ് ദ മൗണ്ടൻ വേർ പ്രഷർ ഇസ് ലോ. അപ്പോൾ ഇതിനൊരു പ്രാക്ടിക്കൽ കേസാണ്. നമ്മൾ മൗണ്ടൻ്റെ ഒക്കെ പീക്ക് പോയിന്റിൽ, ടോപ്പ് പോയിന്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ലിക്വിഡൊക്കെ പെട്ടെന്ന് ലോവർ ടെമ്പറേച്ചറിൽ തന്നെ, ചെറിയൊരു ടെമ്പറേച്ചറിൽ തന്നെ ബോയിൽ ചെയ്യാൻ തുടങ്ങും. കാരണം അവിടെ പ്രഷർ കുറവാണ് അല്ലേ, വേപ്പർ പ്രഷറും കുറയും അല്ലേ. അറ്റ്മോസ്ഫിയർ പ്രഷർ വേപ്പർ പ്രഷറിന് ഈക്വൽ ആവുന്ന ടെമ്പറേച്ചറിലാണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുക ഗ്യാസിൻ്റെ അല്ലേ. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ പ്രഷർ കുറവാണ്, അപ്പോൾ വേപ്പർ പ്രഷറും അത്രയ്ക്ക് തന്നെ വേണ്ടു. അപ്പോൾ വേപ്പർ പ്രഷറും കുറയും അല്ലേ. വേപ്പർ പ്രഷർ കുറയണതല്ല, അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആവുന്ന ഒരു കണ്ടീഷനിലാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അവിടെ കുറവാണ്, അപ്പോൾ വേപ്പർ പ്രഷർ അവിടെ കുറവേ ആവശ്യമുള്ളൂ. അപ്പോൾ ആ ഒരു വേപ്പർ പ്രഷറിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നതും കുറവാവില്ലേ, അധികം ടെമ്പറേച്ചറിൽ വേണ്ടല്ലോ, ചെറിയൊരു ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് ആ ലിക്വിഡിനെ ബോയിൽ ചെയ്യാൻ സഹായിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ കേസാണ്, ബോയിലിംഗ് പോയിൻറ്റിൻ്റെ ഒരു പ്രാക്ടിക്കൽ കേസാണിത്. നമ്മുടെ മൗണ്ടൻ ടോപ്പിലൊക്കെ പ്രഷർ കുറവായ കാരണം ലോ ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് ലിക്വിഡൊക്കെ ബോയിൽ ചെയ്ത് കിട്ടും. ഓക്കെ, ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് കേട്ടോ അത്, എക്സാംസിനൊക്കെ ചോദിക്കാറുണ്ട്. വൈ ഈസ് ദാറ്റ് എ ലിക്വിഡ് ബോയിൽസ് അറ്റ് എ ലോവർ ടെമ്പറേച്ചർ ഓൺ ടോപ്പ് ഓഫ് എ മൗണ്ടൻ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. ബോയിലിംഗ് പോയിൻ്റ് ആണ് അതിൻ്റെ മെയിൻ ഹിൻറ്റ്. ഇനി അടുത്ത മൂന്നാമത്തെ ലിക്വിഡ് സ്റ്റേറ്റിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷനാണ്. A molecule in the interior of a liquid is attracted equally in all direction by the neighboring molecule. അപ്പോൾ ലിക്വിഡിൻ്റെ ഇൻറ്റീരിയറിൽ നോക്കുമ്പോൾ, ഉള്ളിൽ നോക്കുമ്പോൾ ഒരു മോളിക്യൂളിനെ അട്രാക്ട് ചെയ്തിട്ട് കുറേ നൈബറിങ് മോളിക്യൂൾസ് ഉണ്ടാകും അല്ലേ. ഹെൻസ് ദ നെറ്റ് അട്രാക്റ്റീവ് പുൾ ആക്ടിങ് ഓൺ ദ മോളിക്യൂൾ ഇസ് 0. അപ്പോൾ അതുമ്മേ നെറ്റ് അട്രാക്റ്റീവ് പുള്ള് നോക്കിക്കഴിഞ്ഞാൽ 0 ആയിരിക്കില്ലേ, കാരണം നടുവിലൊരു മോളിക്യൂൾ, അതിൻ്റെ മേലെയും താഴെയും മോളിക്യൂൾ, ലെഫ്റ്റിലും റൈറ്റിലും മോളിക്യൂൾ, രണ്ട് കോർണേഴ്സിൽ, അതായത് ലെഫ്റ്റ് മോസ്റ്റ് കോർണറിലും റൈറ്റ് മോസ്റ്റ് കോർണറിലും ഒരു മോളിക്യൂൾ, പിന്നെ റൈറ്റ് എബവ് കോർണറിലും ലെഫ്റ്റ് ബിലോ കോർണറിലും മോളിക്യൂൾസ്. അപ്പോൾ അവർ തമ്മിൽ ഈക്വൽ അട്രാക്ഷനിലാണ് നിൽക്കണമെങ്കിൽ എല്ലാത്തിൻ്റെയും നെറ്റ് അട്രാക്റ്റീവ് പുൾ എന്ന് പറയുന്നത് 0 ആയിരിക്കില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്.
However, a molecule on the surface of a liquid is attracted mainly by molecules below and beside it. പക്ഷെ നമ്മൾ ടോപ്പിലുള്ള ലിക്വിഡിൻ്റെ സർഫസിലുള്ള മോളിക്യൂൾസിന് നോക്കുകയാണെങ്കിൽ അതിൻ്റെ മേലെ അട്രാക്ഷൻ വരാൻ വേണ്ടിയിട്ട് മോളിക്യൂൾസ് ഇല്ല അല്ലേ. അതിൻ്റെ സൈഡിലും താഴെയൊക്കെ ആയിട്ടാണ് മോളിക്യൂൾസ് ഉള്ളത്. സോ മോളിക്യൂൾസ് അറ്റ് ദ സർഫസ് എക്സ്പീരിയൻസ് നെറ്റ് ഇൻവേർഡ് അട്രാക്ഷൻ. അതുകൊണ്ട് ആ സർഫസിലുള്ള മോളിക്യൂൾസിന് ഉള്ളിലേക്കായിരിക്കും അട്രാക്ഷൻ ഉണ്ടാവുക അല്ലേ. സൈഡിലേക്കും താഴേക്കാണ് വലിക്കുന്നത്. അപ്പോൾ താഴേക്കാണ് അതിന് കൂടുതൽ അട്രാക്ഷൻ അത് എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് the molecules at the surface are pulled inwards and tend to make the surface area of the liquid as small as possible. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ സർഫസിലുള്ള മോളിക്യൂൾസ് ഉള്ളിലേക്കാവില്ല പുൾ ചെയ്യുക. അപ്പോൾ ഇത് കാരണം അത് അതിൻ്റെ ലിക്വിഡിൻ്റെ സർഫസ് ഏരിയനെ ഏറ്റവും ചെറുതാക്കാൻ നോക്കും. So work has to be done against the surface tension in order to increase the surface area of a liquid. അപ്പോൾ ലിക്വിഡിൻ്റെ സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ സർഫസ് ടെൻഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം അല്ലേ. So surface tension of a liquid may be defined as the amount of work that must be done to expand its surface by unit area. അപ്പോൾ സർഫസ് ടെൻഷൻ്റെ ഡെഫിനേഷൻ എന്താണ്? ആ സർഫസിനെ ലിക്വിഡിൻ്റെ ആ സർഫസിനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർ യൂണിറ്റ് ഏരിയയിൽ നമുക്ക് എത്ര എമൗണ്ട് ഓഫ് വർക്ക് ചെയ്യണം, അതിനെയാണ് സർഫസ് ടെൻഷൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ലിക്വിഡ് എന്ന് പറയുക. ഓക്കെ. അതിനെ എക്സ്പ്രസ് ചെയ്യണത് ന്യൂട്ടൺ മീറ്റർ റേസ് ടു -1 അല്ലെങ്കിൽ ജൂൾ മീറ്റർ റേസ് ടു -2 സർഫസ് ടെൻഷൻ ഓഫ് എ ലിക്വിഡ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സർഫസ് ടെൻഷൻ കുറയും. ഓക്കെ. ഡ്യൂ ടു സർഫസ് ടെൻഷൻ ലിക്വിഡ് സർഫസ് റൈസ് ടു ഹാവ് മിനിമം ഏരിയ. അപ്പോൾ സർഫസ് ടെൻഷൻ കാരണം ലിക്വിഡ് സർഫസിന് മിനിമം ഏരിയ ആണ് ഉണ്ടാവുക അല്ലേ. ഉള്ളിലേക്ക് വലിക്കുക. അപ്പോൾ അതിൻ്റെ ആ സർഫസ് ഏരിയനെ അത് കുറയ്ക്കും. ലിക്വിഡ് ഡ്രോപ്സ് അസ്യൂം സ്പെറിക്കൽ ഷേപ്പ് ബിക്കോസ് സ്പിയർ ഹാസ് മിനിമം സർഫസ് ഏരിയ ഫോർ ഗിവൺ വോളിയം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലിക്വിഡ്സിന് സാധാരണ വരയ്ക്കുമ്പോൾ സ്പെറിക്കൽ ഷേപ്പിൽ വരയ്ക്കണേ. കാരണം എന്താ വെച്ചാൽ സ്പിയറിന് മിനിമം സർഫസ് ഏരിയ വേണ്ടു. എത്ര തന്നിരിക്കുന്ന വോളിയം ആയാലും അതിന് സർഫസ് ഏരിയ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലിക്വിഡ് ഡ്രോപ്സിന് സ്പെറിക്കൽ ഷേപ്പ് അസ്യൂം ചെയ്യണത്. ഇതും എക്സാംസിന് ചോദിക്കാറുണ്ട്. വൈ ആർ ലിക്വിഡ് ഡ്രോപ്സ് അസ്യൂം ടു ബി സ്പെറിക്കൽ ഇൻ ഷേപ്പ് എന്ന് ചോദിക്കാം. ഇനി സർഫസ് ടെൻഷൻ ഇസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ റൈസ് ഓർ ഫോൾ ഇൻ ലിക്വിഡ്സ് ഇൻ കാപ്പിലറി ട്യൂബ്സ്. അപ്പോൾ കാപ്പിലറി ട്യൂബ്സ് ഒക്കെ ഉണ്ടാവും, ഫിസിക്സിൽ പഠിക്കും. അപ്പോൾ ആ കാപ്പിലറി ട്യൂബ്സിലൊക്കെ നമുക്ക് ലിക്വിഡ്സിൻ്റെ റൈസും ഫോളൊക്കെ ഉണ്ടാവും അല്ലേ. ലിക്വിഡ് കൂടുതലും ലിക്വിഡ് കുറവും ആ കാപ്പിലറി ട്യൂബ്സിൽ കാപ്പിലറി ആക്ഷൻ എന്നൊക്കെയാണ് അതിനെ പറയുക. അപ്പോൾ അതുണ്ടാവും. അതിന് കാരണം ഈ സർഫസ് ടെൻഷൻ തന്നെയാണ്. അത് നിങ്ങൾ കൂടുതലായിട്ട് ഫിസിക്സിൽ പഠിക്കും. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സർഫസ് ടെൻഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾ. സർഫസ് ടെൻഷൻ എത്ര ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ആ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ നോക്കിയാൽ മതി. ഓക്കെ. ഇനി അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വിസ്കോസിറ്റി. ഇറ്റ് ഈസ് എ കോമൺ ഒബ്സർവേഷൻ ദാറ്റ് സർട്ടൻ ലിക്വിഡ്സ് ഫ്ലോ ഫാസ്റ്റർ ദാൻ അതേഴ്സ്. അപ്പോൾ നമ്മൾ സാധാരണ കാണുന്നതാണ് അല്ലേ. ചില ലിക്വിഡ്സ് ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് ഭയങ്കര ഫാസ്റ്റിലായിരിക്കും പോകുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ ലിക്വിഡ്സ് ലൈക്ക് വാട്ടർ, ഈഥർ എക്സെട്ര flow rapidly while liquids like glycerol, castor oil, honey etc. flow slowly. അപ്പോൾ നമ്മൾ വെള്ളം, ഈഥർ ഇതൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഭയങ്കര സ്പീഡിൽ ഫ്ലോ ചെയ്യുക അല്ലേ. വാട്ടറൊക്കെ നമുക്കറിയാം, വാട്ടർഫോളും കാര്യങ്ങളൊക്കെ നമുക്കറിയുന്നതാണ്. അപ്പോൾ നല്ല സ്പീഡിലാണ് അത് പോണേ ആസ് കമ്പയർഡ് ടു ഗ്ലിസറോൾ, ഹണി, കാസ്റ്റർ ഓയിൽ, ഹണി ഇതൊക്കെ പതുക്കെ പോണതാണ് അല്ലേ. എത്ര നോക്കിയാലും അത് സ്ലോയിലി വീഴുള്ളൂ. പക്ഷേ വെള്ളം നോക്കിയാലോ അത് നല്ല സ്പീഡിൽ പോകും അല്ലേ. These differences is flow rates result from a property known as viscosity. അപ്പോൾ വിസ്കോസിറ്റി കാരണമാണ് ഈ വക ഡിഫറൻസ് വരുന്നത്, ഫ്ലോ റേറ്റിൽ ഡിഫറൻസ് വരുന്നത്. എവറി ലിക്വിഡ്സ് ഹാവ് സം ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ടു ഫ്ലോ. അപ്പോൾ എല്ലാ ലിക്വിഡ്സിനും അതിൻ്റെ ഉള്ളിലൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും അല്ലേ. നമ്മൾ പറയും എത്ര ഫോഴ്സ് ഉണ്ടെങ്കിലും ഫ്രിക്ഷൻ ഉണ്ടാവും അല്ലേ. ഒരു സംഭവം മൂവ് ചെയ്യുമ്പോൾ അതിനെ പിടിച്ച് വലിക്കാൻ അതിൽ തന്നെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും അല്ലേ. അതിൻ്റെ സർഫസിൽ തന്നെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിലും ഉണ്ട്, ലിക്വിഡിലും ഉണ്ട്. അതിൻ്റെ ഫ്ലോ ചെയ്യണ സമയത്ത് അതിനെ ഇൻറ്റേർണലി റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഫ്ലോ നീങ്ങണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. അതാണ് വിസ്കോസിറ്റി. ലിക്വിഡ് വിച്ച് flow slowly have high internal resistance and are said to have high viscosity. അപ്പോൾ പതിയെ പോണ ലിക്വിഡ്സ് ആണെങ്കിൽ അവർക്ക് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും അല്ലേ. ഉള്ളിൽ നിന്ന് നല്ലോണം വലിക്കുണ്ടാവും, ഫ്ലോ ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനർത്ഥം എന്താ, അവർക്ക് വിസ്കോസിറ്റി കൂടുതലാണ്. ഓക്കെ. അപ്പോൾ ഹണി, ഗ്ലിസറോൾ, കാസ്റ്റർ ഓയിൽ എന്നൊക്കെ പറയുമ്പോൾ അതിന് വിസ്കോസിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് പതുക്കെ പോണേ. വിസ്കോസിറ്റി ഈസ് ഓൾസോ റിലേറ്റഡ് ടു ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഇൻ ലിക്വിഡ്സ്. അപ്പോൾ വിസ്കോസിറ്റി ലിക്വിഡ്സിലെ ഇന്റർമോളിക്കുലർ ഫോഴ്സസിനെയും
ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇഫ് ദ ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് ആർ ലാർജർ ദ വിസ്കസ് ഫോഴ്സ് വിൽ ബി ഹൈ. അപ്പോൾ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് കൂടുതലാണെങ്കിൽ വിസ്കസ് ഫോഴ്സ് കൂടുതലായിരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞുതരാം. ഇൻ്റർമോളിക്കുലർ അട്രാക്ഷൻ കൂടുതലാണെന്ന് വിചാരിക്കൂ. അപ്പോൾ അവർ തമ്മിലിങ്ങനെ അടുത്തടുത്ത് നിൽക്കും അല്ലേ, പെട്ടെന്ന് ഒഴുകി ഒഴുകി പോവില്ല. ഹണിയൊക്കെ അങ്ങനെയാണല്ലോ, നമ്മൾ തൊടുമ്പോൾ ഒരു പശ പോലെ നമുക്ക് ഫീൽ ചെയ്യും അല്ലേ, ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യും അല്ലേ. അപ്പോൾ അതിന് കാരണം എന്താ വെച്ചാൽ ഇൻ്റർമോളിക്കുലർ അട്രാക്ഷൻ കൂടുതലായതുകൊണ്ടാണ്. അപ്പം അങ്ങനെ അട്രാക്ഷൻ കൂടുതലാവുമ്പോൾ എന്തുണ്ടാവുക വെച്ചാൽ ഫ്ലോ അവർക്ക് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ വിസ്കോസിറ്റിയും കൂടുതലായിരിക്കും, വിസ്കസ് ഫോഴ്സും കൂടുതലായിരിക്കും. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്ത വിസ്കോസിറ്റി ഓഫ് എ ലിക്വിഡ് ഡിക്രീസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ നമ്മൾ കൂട്ടിയാൽ വിസ്കോസിറ്റി കുറയും. നമ്മൾ എത്രയോളം ടെമ്പറേച്ചർ കൂട്ടണോ അതിനനുസരിച്ച് ആ ലിക്വിഡിൻ്റെ വിസ്കോസിറ്റി കുറയും. ദിസ് ഈസ് ബിക്കോസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ദ അട്രാക്റ്റീവ് ഫോഴ്സസ് ബിറ്റ്വീൻ മോളിക്യൂൾസ് ആർ ഓവർകം ബൈ ദി ഇൻക്രീസ് കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾ. അതായത് ഇങ്ങനെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്തുകൊണ്ടാണ് ആ ലിക്വിഡിൻ്റെ വിസ്കോസിറ്റി കുറയണതെന്ന് വെച്ചാൽ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്താ ഉണ്ടാവുക, ആ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സൊക്കെ പൊട്ടിപ്പോവും അല്ലേ. പൊട്ടി അത് ആ ഇൻക്രീസ് ചെയ്ത് വരുന്ന കൈനറ്റിക് എനർജീനെ ഓവർകം ചെയ്യും. അങ്ങനെ ഓവർകം ചെയ്യുമ്പോൾ ആ അട്രാക്റ്റീവ് ഫോഴ്സ് വീക്കറാവും. സോ എന്ത് സംഭവിക്കും, അവർക്ക് പെട്ടെന്ന് നല്ല സ്പീഡിൽ ഫ്ലോ ചെയ്യാൻ പറ്റും അല്ലേ. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കുറവ് വരും, അപ്പോൾ വിസ്കോസിറ്റി കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ മനസ്സിലായോ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്തുകൊണ്ടാണ് വിസ്കോസിറ്റി കുറയണേന്ന് നമ്മൾ മനസ്സിലാക്കി പഠിക്കുക. ജസ്റ്റ് അത് ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയണു, സർഫസ് ടെൻഷനിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ സർഫസ് ടെൻഷൻ കുറയണു, ഇങ്ങനെ കാണാപ്പാടം പഠിക്കരുത്. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്തുകൊണ്ടാണ് സർഫസ് ടെൻഷൻ കുറയണത്, എന്തുകൊണ്ടാണ് വിസ്കോസിറ്റി കുറയണത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അപ്പോൾ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഷോർട്ടായിട്ട് എഴുതിയിട്ടുണ്ട് ടെമ്പറേച്ചറും വിസ്കോസിറ്റിയും, ടെമ്പറേച്ചറും സർഫസ് ടെൻഷനും, ടെമ്പറേച്ചറും വേപ്പർ പ്രഷറൊക്കെ തമ്മിലുള്ള റിലേഷൻസ്, ഇൻ്റർമോളിക്കുലർ അട്രാക്ഷനും ടെമ്പറേച്ചറും സർഫസ് ടെൻഷനും വിസ്കോസിറ്റിയും വേപ്പർ ഫേസൊക്കെ തമ്മിലുള്ള റിലേഷൻസ്. അപ്പോൾ വിസ്കോസിറ്റി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കുറയും. അതുപോലെ തന്നെയാണ് സർഫസ് ടെൻഷനും, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സർഫസ് ടെൻഷനും കുറയും. ഇനി വേപ്പർ പ്രഷർ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കൂടും. ഇനി നമ്മൾ ഇൻ്റർമോളിക്കുലർ അട്രാക്ഷനിലേക്ക് പോകുമ്പോൾ അത് വിസ്കോസിറ്റി ഇൻ്റർമോളിക്കുലർ അട്രാക്ഷൻ കൂടുന്നതിനനുസരിച്ച് കൂടും, എന്നാൽ വേപ്പർ പ്രഷർ ഇൻ്റർമോളിക്കുലർ അട്രാക്ഷൻ കൂടുന്നതിനനുസരിച്ച് കുറയും. ഒരു കാര്യം ആലോചിച്ച് വെച്ചാൽ മതി, വിസ്കോസിറ്റിയും സർഫസ് ടെൻഷനും ഒരേപോലെയാണ്. വിസ്കോസിറ്റിക്കായാലും സർഫസ് ടെൻഷനായാലും ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അവർ കുറയും. വിസ്കോസിറ്റിക്ക് ഇൻ്റർമോളിക്കുലർ അട്രാക്ഷൻ കൂടുന്നതിനനുസരിച്ച് വിസ്കോസിറ്റിയും കൂടും. കാണാപ്പാഠം പഠിക്കരുത്, മനസ്സിലാക്കി പഠിക്കുക. ഇതിനെ ഷോർട്ടാക്കിയിട്ട് ഒന്ന് ബ്രീഫ് ചെയ്ത് എഴുതിയെന്നുള്ളൂ. ഓക്കെ, ഇത് കാണാപ്പാഠം ഇങ്ങനെ പഠിക്കരുത്, മനസ്സിലാക്കിയിട്ടേ പഠിക്കാവൂ. കാരണം ഇതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ചോദിച്ചിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കണതെന്ന് ചോദിക്കാം. ഗിവ് റീസൺ എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക, എന്നാലേ അത്തരം ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. അത് നോക്കാം. റിയൽ ഗ്യാസസ് ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ബിഹേവിയർ അറ്റ് ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ. അപ്പോൾ പ്രഷർ കൂടുതലാകുമ്പോഴും ടെമ്പറേച്ചർ കുറവാകുമ്പോഴും റിയൽ ഗ്യാസസ് അതിൻ്റെ ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകും അല്ലേ. വെൻ ദ പ്രഷർ ഇസ് ഹൈ ഗ്യാസ് മോളിക്യൂൾസ് ആർ ക്ലോസ് ടു ഈച്ച് അതർ. പ്രഷർ കൂടുതലാണെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസ് അടുത്തടുത്ത് ഉണ്ടാവും അല്ലേ. ഹെൻസ് ഇൻ്റർമോളിക്കുലർ അട്രാക്ഷൻ ഇൻക്രീസസ്. അതുകൊണ്ട് ഇൻ്റർമോളിക്കുലർ അട്രാക്ഷൻ കൂടും, കാരണം മോളിക്യൂൾസ് അടുത്തടുത്ത് വന്നു, അപ്പോൾ അവർ തമ്മിലുള്ള അട്രാക്ഷൻ കൂടും. ദെർഫോർ അറ്റ് ഹൈ പ്രഷർ ദീസ് മോളിക്യൂൾസ് ഡു നോട്ട് സ്ട്രൈക്ക് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. അപ്പോൾ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടെയ്നറിലുള്ള വാൾസായിട്ട് ആ മോളിക്യൂൾസ് പോയി ഇടിക്കില്ല, കൊളിഷൻ നടക്കില്ല. ഓക്കെ, അതായത് പ്രഷർ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഗ്യാസ് മോളിക്യൂൾസ് അടുത്തടുത്ത് വരും, അപ്പോൾ മോളിക്കുലർ ഇൻട്രാക്ഷൻ കൂടും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ വാൾസ്, ആ കണ്ടെയ്നറിൻ്റെ വാൾസിൽ പോയിട്ട് അത് അടിക്കില്ല. ബിക്കോസ് ദീസ് മോളിക്യൂൾസ് ആർ ഡ്രാഗ്ഡ് ബൈ അതർ മോളിക്യൂൾസ് ഡ്യൂ ടു അട്രാക്റ്റീവ് ഫോഴ്സ്. കാരണം എന്താ വെച്ചാൽ ഇവരെ വലിക്കാൻ വേറെ അട്രാക്റ്റീവ് ഫോഴ്സസ് ഉള്ള മോളിക്യൂൾസ് ഉണ്ട്, അപ്പോൾ അത് കാരണം അതിന് വാൾസിൽ പോയിട്ട് അടിക്കാനുള്ള സമയമില്ല. ഹെൻസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ എ റിയൽ ഗ്യാസ് വിൽ ബി ലെസ്സർ ദാൻ ദാറ്റ് ഓഫ് ഐഡിയൽ ഗ്യാസ്. അതുകൊണ്ട് നമ്മുടെ ഐഡിയൽ ഗ്യാസിനെക്കാട്ടും കുറവ് പ്രഷറായിരിക്കും റിയൽ ഗ്യാസിന് ഉണ്ടാവുക. ഹെൻസ് വി ഹാവ് ടു ആഡ് എ കറക്ഷൻ ടേം ടു ദി പ്രഷർ. അതുകൊണ്ട് നമ്മുടെ പ്രഷറിലേക്ക് ഒരു കറക്ഷൻ ടേമും കൂടി ആഡ് ചെയ്യണം. P + n²A/V². അതാണ് കറക്ഷൻ ടേം എന്ന് പറയുന്നത്. വോളിയം ഓഫ് എ റിയൽ ഗ്യാസ് വിൽ ബി ഗ്രേറ്റർ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ഐഡിയൽ ബിഹേവിയർ. ഇനി വോളിയത്തിൻ്റെ കേസ് കൊടുക്കാം. പ്രഷറിൽ നമ്മൾ പറഞ്ഞ ഒരു കറക്ഷൻ ഉണ്ട്, അത് റിയൽ ഗ്യാസിന് ഐഡിയൽ ഗ്യാസിനെക്കാട്ടും കുറവ് പ്രഷറാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് റിയൽ ഗ്യാസിൻ്റെ വോളിയത്തിന് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം.
ഐഡിയൽ ഗ്യാസിനെക്കാട്ടും കൂടുതൽ വോളിയമാണ് റിയൽ ഗ്യാസിന് ഉണ്ടാവുക. സോ വി ഹാവ് ടു സബ്ട്രാക്ട് എ ടേം ഫ്രം വോളിയം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വോളിയത്തിൽ നിന്ന് ഒരു ടേം സബ്ട്രാക്ട് ചെയ്യണം, എന്നാലേ നമുക്ക് ഐഡിയൽ ഗ്യാസ് ആയിട്ട് കിട്ടുള്ളൂ. അറ്റ് ഹൈ പ്രഷർ വെൻ ദ ടോട്ടൽ വോളിയം ഇസ് വെരി ലെസ്, ലെറ്റ് ഇറ്റ് ബി VmL, ഇൻസ്റ്റെഡ് ഓഫ് മൂവിങ് ഇൻ ദ വോളിയം V1 ദേ ആർ റെസ്ട്രിക്റ്റഡ് ടു എ വോളിയം ഓഫ് V - NV. അപ്പോൾ ഹൈ പ്രഷർ എടുത്ത് നോക്കുമ്പോൾ ടോട്ടൽ വോളിയം വളരെ കുറവാണ്, VmL ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അത് V1 വോളിയത്തിലേക്ക് മൂവ് ചെയ്യുന്നതിന് പകരം അത് V - NB വോളിയത്തിലേക്ക് റെസ്ട്രിക്റ്റഡ് ആവും. അത്ര കുറച്ച് അത് മൂവ് ചെയ്യുള്ളൂ. ഓക്കെ, സോ ഫോർ n moles വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ്. അപ്പോൾ n മോൾസ് എടുക്കുകയാണ്, അതിൻ്റെ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ കറക്ഷനൊക്കെ നടത്തിയതിന് ശേഷം നമുക്ക് കിട്ടുക P + n²A/V². നമ്മൾ പ്രഷറിൻ്റെ ഒപ്പം കറക്ഷൻ ടേം ആഡ് ചെയ്തു. എന്തിനാണ് കറക്ഷൻ ടേം ആഡ് ചെയ്തത്? നമ്മുടെ റിയൽ ഗ്യാസിന് പ്രഷർ ഐഡിയൽ ഗ്യാസിനെക്കാട്ടും കുറവാണ്, അപ്പോൾ നമ്മളത് ആഡ് ചെയ്ത് കൊടുത്തു ഐഡിയൽ ഗ്യാസിൻ്റെ ഒപ്പം എത്തിക്കാൻ വേണ്ടിയിട്ട്. ഇനി V × V - NB × V - NB എന്തിനാണ് ചെയ്തത്? നമ്മുടെ റിയൽ ഗ്യാസിന് ഐഡിയൽ ഗ്യാസിനെക്കാട്ടും കൂടുതലാണ്, അപ്പോൾ ഐഡിയൽ ഗ്യാസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൈനസ് ചെയ്തു. ഈക്വൽ ടു nRT. PV = nRT എന്ന് പറഞ്ഞ ഇക്വേഷനാണ് നമ്മൾ റീറൈറ്റ് ചെയ്തിട്ട് വാൻ ഡെർ വാൾസ് ഇക്വേഷനാക്കി മാറ്റിയാണ്. വാൻ ഡെർ വാൾസ് ഇക്വേഷൻ എന്താണെന്ന് ഒന്നുകൂടി പറഞ്ഞുതരാം. ഫോർ n moles it is P + n²A/V² × V - NB = nRT. ഇനി 1 mol എടുക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? n-ൻ്റെ പ്ലേസിൽ 1 ഇട്ട് കൊടുക്കുക. സോ P + A/V² × V - B = RT ആണ്. രണ്ട് ഇക്വേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ n മോൾസിന് എന്താണ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഇതിൽ ഓരോ ടേംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ P എന്ന് പറഞ്ഞാൽ പ്രഷറാണ്, V എന്ന് പറഞ്ഞാൽ വോളിയമാണ്, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്, R എന്ന് പറഞ്ഞാൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ആൻഡ് T ഈസ് ടെമ്പറേച്ചർ. പിന്നെ A, B എന്ന് പറയുന്ന ആ കോൺസ്റ്റൻസ് ഞാൻ വിളിക്കുന്നതാണ് വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻ്റ് എന്ന്. ഈ എയും ബിയും എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ A, B ആർ കോൺസ്റ്റൻസ് കോൾ വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻറ്റ് എന്നല്ല എഴുതി വയ്ക്കേണ്ടത്. A is the measure of magnitude of intermolecular force. അതായത് intermolecular force എത്ര ഉണ്ട് എന്ന് മെഷർ ചെയ്യണതാണ് A. അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ATM L/2 mol⁻². ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട് കേട്ടോ, മാർക്ക് ചെയ്ത് വെച്ചോളൂ. പിന്നെ B എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മെഷർ ഓഫ് സൈസ് ഓഫ് മോളിക്യൂളിൻ്റെ സൈസ് എത്ര ഉണ്ട് എന്നുള്ളതാണ് B. അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ L/mol⁻². ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞാൽ 5th ചാപ്റ്റർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.